ഹായ് ഓൾ, മാക്സ് ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെയിൻ റൂളിൻ്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് പഠിക്കും. അതുകൂടാതെ നമ്മൾ ചെയിൻ റൂളും പ്രോഡക്റ്റ് റൂളും ഒരുമിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യും, അതുപോലെ ചെയിൻ റൂളും കോഷൻ റൂളും ഒരുമിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യും എന്നീ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് നന്നായി മനസ്സിലാക്കാനായിട്ട് പൂർണ്ണമായും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം നോട്ട്സ് എഴുതിയെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്ന പോലെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. പെന്നും പേപ്പറും ബുക്കൊക്കെ വെച്ച ശേഷം മാത്രം വീഡിയോ കാണുക. നോട്ട്സ് എഴുതിയെടുക്കാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മുടെ ചെയിൻ റൂളിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് y equal to log 3x find dy by dx. അപ്പോൾ ചെയിൻ റൂൾ നമ്മൾ ആദ്യത്തെ പാർട്ട് കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ ഒരുവിധ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടതെന്ന്. നമുക്ക് തന്ന കാര്യം എന്താണ്, അത് എടുത്ത് എഴുതാം. എന്താ തന്നത്? ഗിവൺ y equal to log 3x. അപ്പോൾ ലോഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ബേസിക് ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് പഠിച്ച ഫോർമുല ഓർമ്മ വരണം. ഏത് ഫോർമുല ഓർമ്മ ഉണ്ട്? d by dx of log x. log x ന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 1 by x. ഇതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? ഇവിടെ d by dx of y, അതാണ് dy by dx എന്ന് പറയുന്നത്. y നെയാണ് നമ്മൾ ഡെറിവേറ്റീവ്. അപ്പോൾ അത് ഈക്വൽ ടു d by dx of y എന്ന് പറഞ്ഞാൽ എന്താ? log 3x. അപ്പോൾ log 3x നെ ഡെറിവേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഇവിടെ log x എന്നുള്ള സ്ഥാനത്ത് ഇവിടെ 3x ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ വരിക? ഇതിനെ ഡെറിവേറ്റ് ചെയ്താൽ 1 by ഇവിടെ x ന്റെ സ്ഥാനത്ത് 3x എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇവിടെ x ന് പകരം ഇവിടെ എന്താണ്? 3x എന്നാണ്. അതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇൻറ്റു d by dx of 3x. ഓക്കെ, അപ്പോൾ 1 by 3x ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ ആ കോൺസ്റ്റന്റ് പുറത്തെടുത്തു 3 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ ഉള്ള 3യും ഈ 3യും ക്യാൻസൽ ചെയ്ത് പോയി. 1 ഇൻറ്റു 1 1 കിട്ടും. ബൈ ഒരു ഡിനോമിനേറ്ററിൽ x ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 by x. അപ്പോൾ ഇത്രയും സിമ്പിൾ ആണ് ഇത് ചെയ്യാൻ. അപ്പോൾ ലോഗിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാണ്ട് നമുക്ക് അത് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: if y equal to log of sin x find dy by dx. find dy by dx എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ തരും find the first derivative. അത് തന്നെയാണ് dy by dx എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ന കാര്യം ആദ്യം എടുത്ത് എഴുതാം. എന്താണ്? given y equal to log of sin x. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഏതാ ഫണ്ടമെന്റൽ ഫോർമുല ഓർമ്മ വരേണ്ടത്? ലോഗിന്റെ ഉള്ളിലാണ് sin x ഉള്ളത്. അപ്പോൾ ലോഗിനെയാണ് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലോഗ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? d by dx of log x. എന്താ പഠിപ്പിച്ചത്? 1 by x. ഇതാണ് നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരേണ്ടത്. log x ന്റെ ഡെറിവേറ്റീവ് 1 by x ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? dy by dx. y നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നു. d by dx of y എന്ന് പറഞ്ഞാൽ എന്താണ്? log of sin x. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടെ x ന്റെ സ്ഥാനത്ത് sin x എന്നാണ് ഉള്ളത്. അപ്പം 1 by x എന്ന് വരുന്നതിന് പകരം എന്ത് വരണം? sin x ഇൻറ്റു, അവിടെ നിർത്താൻ പാടില്ല. കാരണം x ന് പകരം sin x ആണ്. ആ sin x ന്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ d by dx of sin x that's equal to 1 by sin x ഇൻറ്റു sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. നമ്മൾ പഠിച്ചതാണ് ഫണ്ടമെന്റൽ ഫോർമുലയിൽ. ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു cos x എന്ന് പറഞ്ഞാൽ cos x ഡിവൈഡഡ് ബൈ sin x ഡിവൈഡഡ് ബൈ sin x. cos x by sin x എന്താണ്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ട്രിഗണോമെട്രി ഫോർമുലകൾ പഠിക്കുമ്പോൾ അത് പറഞ്ഞാണ്. cos x by sin x എന്ന് പറഞ്ഞാൽ cot x. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? cot x. സിമ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: if y equal to log of sec x plus tan x find dy by dx. അപ്പോൾ നമുക്ക് ഇതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്, ഇതുവരെ ചെയ്തേ. അപ്പോൾ എന്താ വരിക? നമുക്ക് തന്ന കാര്യം എഴുതിയെഴുതാം. ഗിവൺ എന്താ തന്നത്? y equal to log of sec x plus tan x. അപ്പോൾ നമ്മൾ ലോഗ് കണ്ടു കഴിഞ്ഞാൽ ഏത് ഫോർമുല നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത്? d by dx of log x. log x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 by x. ഇതാണ് നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ഫണ്ടമെന്റൽ ഫോർമുല. ഓക്കെ, അപ്പം ഇവിടെ നമ്മളെ ഡെറിവേറ്റീവ് ആണ് dy by dx equal to d by dx of y എന്ന് പറഞ്ഞാൽ എന്താണ്? log of
sec x plus tan x. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ഇതുമായിട്ട് ഫണ്ടമെന്റൽ ഫോർമുല ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ log x എന്നുള്ള സ്ഥാനത്ത് ഇവിടെ x ന്റെ സ്ഥാനത്ത് എന്താ sec x plus tan x ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്തായിരിക്കും വരിക? x ആകുമ്പോൾ log x ആകുമ്പോൾ 1/x ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? 1/sec x plus tan x. പക്ഷെ ഇവിടെ x ആയതുകൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ ഇവിടെ x ന്റെ സ്ഥാനത്ത് എന്താണുള്ളത് അതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണണം. അപ്പൊ ഇൻടു d/dx of sec x plus tan x. x ന്റെ സ്ഥാനത്തുള്ളതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഇത് ഡെറിവേറ്റീവ് കാണണമെങ്കിൽ ഈ ഫണ്ടമെന്റൽ ഫോർമുല നന്നായി അറിഞ്ഞിരിക്കണം. അപ്പൊ അത് അടുത്ത സ്റ്റെപ്പിൽ എന്താവും? 1/sec x plus tan x ഇൻടു ബ്രാക്കറ്റ് കൊടുത്തു sec x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? അത് ഫണ്ടമെന്റൽ ഫോർമുല അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. sec x എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ sec x ഇൻടു tan x പ്ലസ് നടുക്കിൽ പ്ലസ് ആണ് സൈൻ കൊടുത്തു. ഇനി tan x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec square x. sec square x അതും ഫണ്ടമെന്റൽ ഫോർമുല നമ്മൾ പഠിച്ചാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് നമുക്ക് ചെയ്യാൻ പറ്റിയ 1 ഇൻടു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വരിക. അപ്പൊ എന്ത് വരും? sec x tan x plus sec square x divided by sec x plus tan x. That's equal to, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും? ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് എന്താണ്? ആദ്യത്തെ ടേമിൽ sec x ഉണ്ട്, രണ്ടാമത്തെ ടേമിൽ sec square x ഉണ്ട്. sec square x എന്ന് പറഞ്ഞാൽ sec x into sec x ആണ്. അപ്പൊ രണ്ടിൽ കോമൺ ആയിട്ടുള്ള എന്താ? sec x ആണ്. അപ്പൊ നമ്മൾ sec x ഔട്ട്സൈഡ് എടുത്തു, sec x ഔട്ട്സൈഡ് എടുത്തു, ബ്രാക്കറ്റ് കൊടുത്തു. അപ്പൊ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക? tan x ഉണ്ടാവും. tan x പ്ലസ് ഇവിടെ ഒരു sec square x എന്ന് ഒരു sec x പുറത്തേക്ക് പോയാൽ sec x ഉണ്ടാവും. sec x ഡിവൈഡഡ് ബൈ എന്തുണ്ടാവും? sec x പ്ലസ് tan x. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ചെയ്തു? tan x പ്ലസ് sec x, അതായത് sec x പ്ലസ് tan x രണ്ടും സെയിം ആണ്. കാരണം 3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 5 ആണ്, 2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് ടേം എന്തായി പോകും? ക്യാൻസൽ ചെയ്തു, അത് തിരിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക? sec x. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y equal to log of sec x plus tan x എന്നതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് sec x കിട്ടി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: if y equal to log of cosec x minus cot x find dy by dx. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന കാര്യം എടുത്ത് എഴുതുക. എന്താ തന്നത്? given y equal to log of cosec x minus cot x. ഓക്കെ, അടുത്ത് എഴുതി. ഇനി ലോഗ് എന്ന് വരുന്നുണ്ട്, അതാണ് പുറത്തുള്ള ഫംഗ്ഷൻ. അപ്പൊ ലോഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫണ്ടമെന്റൽ ഫോർമുലയാണ് ഓർമ്മ വരേണ്ടത്? ഇപ്പൊ ചെയ്ത തന്നെയാണ്. എന്താണ്? d/dx of log x. log x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ dy/dx equal to d/dx of y എന്ന് പറഞ്ഞാൽ എന്താണ്? log of cosec x minus cot x. cosec x minus cot x. ഓക്കെ, ഇനി നമ്മൾ നോക്കണം, കമ്പയർ ചെയ്യാം. ഇവിടെ log x ന്റെ സ്ഥാനത്ത് ഇവിടെ cosec x minus cot x ആണ്. അപ്പൊ ഇത് എങ്ങനെ വരും? x ആവുമ്പോൾ log x ആവുമ്പോൾ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? 1/x ന്റെ സ്ഥാനത്ത് എന്താണ്? cosec x minus cot x ഇൻടു, അവിടെ നിർത്താൻ പാടില്ല, x ന്റെ സ്ഥാനത്ത് എന്താണുള്ളത് അതിന്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പൊ d/dx of cosec x minus cot x. ഇനി ഫണ്ടമെന്റൽ ഫോർമുല അറിയണം, എന്നാലേ നമുക്ക് cosec x ന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതുപോലെ cot x ന്റെ ഡെറിവേറ്റീവ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഫണ്ടമെന്റൽ ഫോർമുല നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ 1/cosec x minus cot x ഇൻടു ബ്രാക്കറ്റ് കൊടുത്തു. ഇനി cosec x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? c വെച്ചിട്ടാണ് തുടങ്ങുന്നത്. c വെച്ച് തുടങ്ങുമ്പോൾ ഉടനെ നമുക്ക് മനസ്സിലാക്കണം മൈനസ് ഉണ്ടാവും ഡെറിവേറ്റീവ് കാണുമ്പോൾ. cosec x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് cosec x cot x. ഓക്കെ, ഇനി ഇവിടെ സൈൻ നടുക്കിൽ മൈനസ് ആണ്, മൈനസ് കൊടുത്തു. പിന്നെ ഇവിടെ cot x എന്നാണുള്ളത്. cot x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cot എന്ന് പറയുമ്പോഴും c വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ഡെറിവേറ്റീവ് കാണുമ്പോൾ മൈനസ് ഉണ്ടാവും, അതാണ് രണ്ടാമത് വന്ന മൈനസ്. cot x ന്റെ ഡെറിവേറ്റീവ് cosec
സ്ക്വയർ എക്സ്, കൊസീക് സ്ക്വയർ എക്സ്. അപ്പൊ ഇത് ഫണ്ടമെന്റൽ ഫോർമുല എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പില് ദാറ്റ്സ് ഈക്വൽ ടു ഇത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തന്നെയാണ് വരിക. അപ്പൊ മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്, മൈനസ് മൈനസ് എന്നുള്ള പ്ലസ് ആയി മാറി കൊസീക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കൊസീക് എക്സ് മൈനസ് എന്ത് വരും കോട്ട് എക്സ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പില് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഇവിടെ ഒരു കൊസീക് എക്സ് ഉണ്ട്, ഇവിടെ ഒരു കൊസീക് എക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ അകത്ത് നിന്ന് നമ്മൾ മൈനസ് കൊസീക് എക്സ് ആണ് ഔട്ട് സൈഡ് എടുക്കുന്നത്. മൈനസ് കൊസീക് എക്സ് ആണ് ഔട്ട് സൈഡ് എടുക്കുന്നത്. മൈനസ് കൊസീക് എക്സ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ മൈനസ് കൊസീക് എക്സ് ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ മൈനസ് കൊസീക് എക്സ് പുറത്തേക്ക് വന്ന അവിടെ എന്താ കോട്ടെക്സ്, കോട്ടെക്സ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മൈനസ് കൊസീക് എക്സ് ഔട്ട് സൈഡ് എടുക്കണമെന്നില്ല. എന്ത് ചെയ്യാം? വെറും കൊസീക് എക്സ് ഔട്ട് സൈഡ് എടുക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കൊസീക് എക്സ് ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക? മൈനസ് കോട്ടെക്സ്. മൈനസ് കോട്ടെക്സ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും, ഒരു കോട്ടെക്സ് ഉണ്ടാവും. ഓക്കെ, ഇനി കൊസീക് എക്സ് പുറത്തേക്ക് പോയാൽ ഇവിടെ എന്താ ഉണ്ടാവുക? ഒരു കൊസീക് എക്സ് പുറത്ത് പോയാൽ കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് ആണ് കൊസീക് സ്ക്വയർ എക്സ്. അപ്പൊ ഇവിടെ ഒരു കൊസീക് എക്സ് ബാക്കി ഉണ്ടാവും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ്. ഓക്കെ, ഇനി ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്തു. അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് എഴുതാം. എന്താ എഴുതാ? കൊസീക് എക്സ് ഇൻറ്റു ഞാൻ തിരിച്ചെഴുതുന്നു. ഇത് ആദ്യം എഴുതി ഇത് രണ്ടാമത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ വരിക? കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ്. അപ്പൊ ഇവിടെ നോക്കിയാൽ കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് എന്നുള്ള ന്യൂമറേറ്ററിലുള്ളതും ഡിനോമിനേറ്ററിലുള്ളതും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉണ്ടാവുക? കൊസീക് എക്സ്, കൊസീക് എക്സ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടെ കൃത്യമായി അറിയേണ്ടത് ഏത് ഫോർമുല വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. ലോഗ് കാണുമ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ ഫോർമുല ഓർമ്മ വരണം. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ അറിയണം, അതുപോലെ കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയണം. ഇത് അറിയെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നന്നായി പഠിച്ചു വെക്കുക. അത് റിപ്പീറ്റഡ് ആയി ചോദിച്ചാണ് ഇത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. വളരെ നന്നായി പഠിക്കുക. അപ്പൊ ക്വസ്റ്റൻ ഇതാണ്: if y equal to log of x plus root of 1 plus x square find dy by dx. അപ്പൊ അത് നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെ ആണ് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്താ തന്നിരിക്കുന്നത്? given, നമുക്ക് തന്ന കാര്യം ആദ്യം എഴുതുക. given y equal to log of x plus root of 1 plus x square. അപ്പൊ ലോഗ് ആണ് പുറത്തുള്ള ഡെറിവേറ്റീവ് കാണേണ്ട ഏറ്റവും പുറത്തുള്ളത്. അപ്പൊ നമ്മൾ ഏത് ഫണ്ടമെന്റൽ ഫോർമുല അറിയണം? d by dx of log x. log x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. ഈ ഫണ്ടമെന്റൽ ഫോർമുലയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്താ വരിക? dy by dx equal to d by dx of y എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? log of x plus root of 1 plus x square. അതാണ് നമുക്ക് ഡെറിവേറ്റീവ് കാണേണ്ടത് y എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് log x ആണെങ്കിൽ 1/x ആണ്. അപ്പൊ ഇവിടെ x ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? ഈ ബ്രാക്കറ്റിലുള്ള x plus root of 1 plus x square ആണ്. അപ്പൊ എന്ത് വരും? 1/x plus root of 1 plus x square. അപ്പൊ ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല. എന്തിന്റെ ഡെറിവേറ്റീവ് കാണണം? ഇൻറ്റു d by dx of x ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? അതിന്റെ ഡെറിവേറ്റീവ്, അതായത് x plus root of 1 plus x square. ഓക്കെ, ഇത് തെറ്റിപ്പോയാൽ നമ്മുടെ പ്രോബ്ലം മൊത്തമായിട്ട് തരും. അതുകൊണ്ട് x ന്റെ സ്ഥാനത്ത് എന്താണുള്ളത് അതിന്റെ ഡെറിവേറ്റീവ് കാണും. ദാറ്റ്സ് ഈക്വൽ ടു 1/x plus root of 1 plus x square into ബ്രാക്കറ്റ് കൊടുത്തു. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് 1/x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. അത് നമുക്കറിയാം. പ്ലസ് ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാ കാണുക? അപ്പൊ അത് റൂട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മള് മനസ്സിലേക്ക് വരുന്ന ഫണ്ടമെന്റൽ ഫോർമുല പറഞ്ഞാൽ d by dx of root x. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ് എന്നാണ്. അപ്പൊ ഇതാണ് നമ്മളെ ഫണ്ടമെന്റൽ ഫോർമുല റൂട്ട് എക്സിന്റെ. അപ്പൊ ഇവിടെ എക്സിന് പകരം ഇവിടെ എന്താ ഉള്ളത്? 1 plus x square എന്നാണ്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ഡെറിവേറ്റീവ് 1 എഴുതുക? 1/2 root of
എക്സിന് പകരം അവിടെ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, കാരണം ഇവിടെ എക്സ് അല്ലല്ലോ, 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പില് 1 ബൈ എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇവിടെ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/1 എഴുതാം, നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ ഡിനോമിനേറ്റർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കാൻ കാരണം. നിങ്ങൾ 1 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പ്ലസ് ഇനി ഇത് 1/2 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0, കാരണം 1 എന്ന കോൺസ്റ്റന്റ് ആണ്. പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇത് എക്സ് റൈസ് ടു എൻ എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താണ്? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഫോർമുല. അപ്പൊ ഇത് എന്തായി മാറും? എക്സ് സ്ക്വയർ എന്നുള്ളത് 2 ഇൻറ്റു എന്നിന്റെ സ്ഥാനത്ത് 2 ആണ്, 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താവും? ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1/1 പ്ലസ് 0 പ്ലസ് 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1 എന്നാണ്. അപ്പൊ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് കിട്ടുക. അപ്പൊ 1 ഇൻറ്റു അത് പറഞ്ഞാൽ ഇത് തന്നെയാണ് വരിക. അപ്പൊ എന്താ വരിക? 2 എക്സ് റൈസ് ടു 2 മൈനസ് 1 എന്ന 1, അതായത് 2x എന്നുണ്ട്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താവും? ഇവിടെ ഉള്ള ഈ 2 ക്യാൻസൽ ചെയ്തു. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ 1 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് നടുക്കിൽ പ്ലസ് ആണ്. ഇനി ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ ഇനി 1 ഇൻറ്റു ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ചെയ്തു? എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറും റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സും ക്യാൻസൽ ചെയ്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പ്ലസ് 3 എന്ന് പറയുന്നതും 3 പ്ലസ് 2 എന്ന് പറയുന്നതും തുല്യമാണ്. അതുപോലെ ഇത് തിരിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ഡിനോമിനേറ്ററിലുള്ളതും ഈ ന്യൂമറേറ്ററിലുള്ളതും ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? ന്യൂമറേറ്ററിൽ ഒരു 1 ഉണ്ടാവും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ കാണുന്ന പോലെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഒരുപാട് തവണ ചെയ്ത് പഠിക്കണം. അപ്പൊ നന്നായി ചെയ്ത് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഏതാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയിൻ റൂളും പ്രോഡക്റ്റ് റൂളും ഒരുമിച്ച് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: if y equal to e raised to x into sin 2x find dy by dx. അപ്പൊ അവിടെ പ്രോഡക്റ്റ് റൂൾ വേണമെന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, ആദ്യം തന്ന കാര്യം എടുത്ത് എഴുതാം. എന്താ തന്നത്? given y equal to e raised to x sin 2x. അപ്പൊ e raised to x എന്നായിട്ട് ഇവിടെ ചിഹ്നം ഒന്നും കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൻറ്റു എന്നാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇൻറ്റു ഒരു ഫംഗ്ഷൻ ഇൻറ്റു അനദർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പിന്നെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണമെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? ഇവിടെ സൈൻ എക്സ് എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് ചെയിൻ റൂൾ ആവശ്യമില്ല. പക്ഷെ ഇവിടെ 2x എന്ന് കാണുന്നുണ്ട്, അപ്പൊ ചെയിൻ റൂൾ വേണം, അതായത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ആദ്യം പ്രോഡക്റ്റ് റൂൾ എന്താണെന്ന് എഴുതുക. എന്താ പ്രോഡക്റ്റ് റൂള്? നമ്മൾ പഠിച്ചാണ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി. എന്തായിരുന്നു? യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി. ഇതാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യു എന്ന് പറയുന്നത് e raised to x ആണ്, v എന്ന് പറയുന്നത് sin 2x ആണ്. അപ്പൊ എന്ത് വരും? d by dx of y. നമുക്ക് dy by dx ആണ് കാണുന്നത്. ആ y എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? d by dx of e raised to x into sin 2x. അപ്പൊ ഇതാണ് e raised to x ആണ് u, sin 2x എന്നുള്ളതാണ് v. അത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ആ ഫോർമുലയിൽ അവിടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ u into അതായത് e raised to x into d by dx of v എന്ന് പറഞ്ഞാൽ sin 2x plus ഇനി d by dx of u എന്ന് പറഞ്ഞാൽ എന്താ? e raised to x into v എന്നാണ്. v എന്ന് പറഞ്ഞാൽ sin 2x. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു e raised to x into sin 2x ന്റെ ഡെറിവേറ്റീവ് ആണ് അറിയണം. അപ്പൊ sin x ആയിരുന്നെങ്കിൽ ഡെറിവേറ്റീവ് എന്താ?
കോസ് എക്സ് എന്നാണ്. സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ് എന്നാണ്. അപ്പൊ സൈൻ 2x ആകുമ്പോൾ എന്താ വരിക? കോസ് 2x ഇൻറ്റു അവിടെ നിർത്താൻ പാടില്ല, എക്സ് അല്ല, എക്സിന്റെ സ്ഥാനത്ത് 2x ആണ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് 2x, ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ 2x. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു ഇത് 2 ഇൻറ്റു എക്സ് എന്നാണ്. അപ്പൊ അതിലെ കോൺസ്റ്റന്റ് 2 ആണ്, അത് പുറത്തേക്ക് എടുത്തു. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഇ റൈസ് ടു എക്സ് സൈൻ 2x. ഓക്കെ, ഇനി ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള എന്താ നോക്കുക? കോമൺ ആയിട്ടുള്ള നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഇവിടെ ഒരു ഇ റൈസ് ടു എക്സ് ഉണ്ട്, ഇവിടെ ഒരു ഇ റൈസ് ടു എക്സ് ഉണ്ട്. അപ്പൊ ഇ റൈസ് ടു എക്സ് ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ ഇ റൈസ് ടു എക്സ് ഔട്ട് സൈഡ് എടുത്തു. പിന്നെ ബാക്കി ഇവിടെ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാല് 2 തന്നെയാണ്. ആ 2 കൊണ്ട് ഈ ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കോസ് 2x എന്നുള്ളതിൽ ഇത് ആംഗിൾ ആണ്, അത് ശ്രദ്ധിക്കണം. അപ്പൊ 2 ഇൻറ്റു 1 2 എന്ന് എഴുതി, പിന്നെ കോസ് 2x പ്ലസ് പിന്നെ ഇവിടെ എന്താ ഉള്ളത്? സൈൻ 2x, കാരണം ഇ റൈസ് ടു എക്സ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡെറിവേറ്റീവ് എന്ത് കിട്ടി? ഇ റൈസ് ടു എക്സ് ഇൻറ്റു 2 കോസ് 2x പ്ലസ് സൈൻ 2x. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കാണാം. ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ഉണ്ട്, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പ്രോബ്ലം ഏതാ നോക്കാം. ഈ ലാസ്റ്റ് പ്രോബ്ലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ രണ്ട് റൂളും കൂടി അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: if y equal to cos 3x divided by e raised to 3x, find dy by dx. Find dy by dx. അപ്പൊ നമുക്ക് ഇവിടെ എന്താ തന്നത്? തന്ന കാര്യം ആദ്യം എടുത്ത് എഴുതുക. given y equal to cos 3x by e raised to 3x. അപ്പൊ അവിടെ എങ്ങനെ നമുക്ക് കോഷ്യൻ റൂൾ വേണമെന്ന് മനസ്സിലായി. ഇവിടെ cos 3x എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് e raised to 3x എന്ന് പറഞ്ഞ അനദർ ഫംഗ്ഷൻ കൊണ്ട്. അപ്പൊ ഇവിടെ ഇത് u by v എന്നുള്ള ഫോർമാറ്റിലാണ്, u by v എന്നുള്ളത്. അപ്പൊ നമ്മൾ കോഷ്യൻ റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ അവിടെ ചെയിൻ റൂൾ വേണമെന്ന് എങ്ങനെ മനസ്സിലായി? cos x ആണ് നമ്മൾ ഡെറിവേറ്റീവ് ഫണ്ടമെന്റൽ ഫോർമുലയിൽ പഠിച്ചത്, പക്ഷെ ഇവിടെ cos 3x എന്നുണ്ട്. അതുപോലെ e raised to x ആണ് നമ്മൾ ഫണ്ടമെന്റൽ ഫോർമുലയിൽ പഠിച്ചത്, പക്ഷെ ഇവിടെ e raised to 3x എന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് കോഷ്യൻ റൂൾ എന്ന് നോക്കാം. d by dx of u by v, d by dx of u by v, that's equal to, ഞാൻ പറഞ്ഞിട്ടുണ്ട് u by v എന്ന് പറയുമ്പോൾ v ലാണ് അവസാനിക്കുന്നത്, അവിടെ നിന്ന് തുടങ്ങണം. v into d by dx of u, കോഷ്യൻ റൂളിന്റെ നടുക്കിൽ മൈനസ് ആണ്. പിന്നെ എന്താ വേണ്ടത്? d by dx of v into u, അല്ലെങ്കിൽ u into d by dx of v, അങ്ങനെ എഴുതാം. ഡിവൈഡഡ് ബൈ v സ്ക്വയർ, ഡിവൈഡഡ് ബൈ v സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ d by dx of എന്താ വരിക? cos 3x by e raised to 3x. ഇതാണ് നമ്മുടെ u by v എന്ന് പറയുന്നത്. That's equal to v into, അപ്പോൾ എന്ത് വരും? e raised to 3x into d by dx of cos 3x മൈനസ് ഇനി എന്ത് വരും? d by dx of v എന്നാണ്. v എന്ന് പറഞ്ഞാൽ e raised to 3x into u, u എന്ന് പറഞ്ഞാൽ cos 3x whole divided by v square എന്നാണ്. v എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വരുന്നത്? e raised to 3x, അതിനെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് സ്ക്വയർ ചെയ്യാൻ മറക്കരുത്. v സ്ക്വയർ എന്നാണ്, അതുകൊണ്ടാണ് സ്ക്വയർ ചെയ്തത്. ദാറ്റ്സ് ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പിൽ എന്ത് വന്നു? e raised to 3x into cos x ആണെങ്കിൽ എന്താ ഡെറിവേറ്റീവ്? cos എന്ന് പറയുമ്പോൾ c ലാണ് തുടങ്ങുന്നത്. അപ്പൊ c യിൽ തുടങ്ങുന്നതുകൊണ്ട് മൈനസ് ഉണ്ടാവും ഡെറിവേറ്റീവ് ആകുമ്പോൾ. cos x ന്റെ ഡെറിവേറ്റീവ് sin x എന്നാണ്. അപ്പൊ ഇവിടെ sin x എന്ന് എഴുതിയത്, ഇവിടെ എന്താണ്? 3x എന്നാണ്. അപ്പൊ sin 3x ഇൻറ്റു, അവിടെ നിർത്താൻ പാടില്ല, x ആണെങ്കിൽ അവിടെ നിർത്താൻ പാടുള്ളൂ. അപ്പൊ എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്? 3x ന്റെ. അപ്പൊ d by dx of 3x മൈനസ്, ഇനി e raised to x ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ്? e raised to x എന്നാണ്. പക്ഷെ ഇവിടെ എന്താണ്? e raised to 3x എന്നാണ്. അപ്പൊ e raised to x ആവുമ്പോൾ e raised to x എന്നാണ്. അപ്പൊ e raised to 3x ആവുമ്പോൾ എന്താ വരിക? e raised to 3x. പക്ഷെ അവിടെ നിർത്താൻ പാടില്ല, കാരണം എന്താണ്ട? x ആണെങ്കിൽ അവിടെ നിർത്താൻ പാടുള്ളൂ. ഇവിടെ 3x ഉണ്ട്. അപ്പൊ എന്ത് കാണണം? d by dx of 3x, d by dx of 3x into cos 3x all divided by e raised to 3x whole square. അതങ്ങനെ തന്നെ എഴുതി. ഇനി നോക്കുക, ഇവിടെ
ന്യൂമറേറ്ററിലുള്ള ചെറുതാക്കാൻ പോവാണ്. അപ്പോൾ e റൈസ് ടു 3x അത് നമ്മൾ ആദ്യം എഴുതി. ഇനി ഇൻറ്റു മൈനസ് ഉണ്ട്, അപ്പം മൈനസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? സൈൻ 3x പിന്നെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x എന്നാണ്. അപ്പോൾ അതിൽ 3 കോൺസ്റ്റന്റ് ആണ്, x ഫംഗ്ഷൻ ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. ഇൻറ്റു 3 എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഓക്കെ, മൈനസ് ഇനി e റൈസ് ടു 3x. അപ്പോൾ e റൈസ് ടു 3x ഇൻറ്റു അതുപോലെ തന്നെ ഇവിടെ 3 എന്നുള്ള കോൺസ്റ്റന്റ് പുറത്തെടുത്തു. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇൻറ്റു cos 3x all divided by e raised to 3x all raised to 2. കാരണം അതിന്റെ സ്ക്വയർ ഉണ്ട്, അത് അങ്ങോട്ട് എടുത്ത് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു e raised to 3x ഇവിടെയുണ്ട്, ഒരു e raised to 3x ഇവിടെയും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ e raised to 3x ഔട്ട്സൈഡ് എടുക്കുകയാണ്. e raised to 3x ഔട്ട്സൈഡ് എടുത്തു. ബാക്കി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് അവിടെ കൊടുത്തു. പിന്നെ 3 into 1 എന്നാൽ 3 ആണ്, ആ 3 അവിടെ എഴുതി. ഈ 3 കൊണ്ട് ഈ 3x ലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത്, ഈ 3x എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്. അപ്പൊ 3 into 1 3 എഴുതി, മൈനസ് ഉള്ളത് ആ മൈനസ് അവിടെ കൊടുത്തു. e raised to x കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്താ സൈൻ 3x, സൈൻ 3x. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് അവിടെ കൊടുത്തു. e raised to 3x നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, അത് വീണ്ടും എഴുതണ്ട. 3 into 1 എന്നാൽ 3 ആണ്. പിന്നെ ഇവിടെ എന്തുണ്ട്? cos 3x, cos 3x ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഡിവൈഡഡ് ബൈ e raised to 3x whole square. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു e raised to 3x ഉം ഇവിടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to 3x into e raised to 3x ആണ്. അപ്പോൾ സ്ക്വയറിലുള്ള അതും ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3 സൈൻ 3x മൈനസ് 3 cos 3x ഡിവൈഡഡ് ബൈ ഒരു e raised to 3x ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ, e raised to 3x, e raised to 3x. ഇതാണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക. പക്ഷെ പ്രോഡക്റ്റ് കോഷ്യൻ റൂൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പ്രോഡക്റ്റ് റൂൾ അല്ല, കോഷ്യൻ റൂൾ നന്നായി അറിഞ്ഞിരിക്കണം. അതുപോലെ ചെയിൻ റൂൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പ്രോബ്ലത്തിലായിരുന്നെങ്കിൽ പ്രോഡക്റ്റ് റൂൾ അറിയണം, ചെയിൻ റൂൾ അറിയണം. ഇത് നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ശ്യാം പ്രസാദ്.